കാലടിയപ്പ ശരണം. ആദിശങ്കരൻ്റെ കുലദേവ ക്ഷേത്രമായ കാലടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ അക്ഷയതൃതീയ കനകധാരാ യജ്ഞം ഈ വരുന്ന 28-ാം തീയതി മുതൽ മെയ് 2 വരെ ശ്രീ ക്ഷേത്രം തന്ത്രി കിടങ്ങാശ്ശേരി രാമൻ നമ്പൂതിരിപ്പാടിൻ്റെയും യജ്ഞാചാര്യൻ ആവണപ്പറമ്പ് പ്രദീപ് നമ്പൂതിരിപ്പാടിൻ്റെയും ക്ഷേത്രം മേൽശാന്തി സൂരജ് നമ്പൂതിരിപ്പാടിൻ്റെയും മുഖ്യ കാർമ്മികത്വത്തിൽ ഈ യജ്ഞമണ്ഡപത്തിൽ വച്ച് നടക്കുകയാണ്. 32 ബ്രാഹ്മണശ്രേഷ്ഠർ മഹാലക്ഷ്മിയുടെ പ്രാണപ്രതിഷ്ഠ ചെയ്തിട്ടുള്ള സ്ഫടികമടക്കം ചെയ്ത സ്വർണം, വെള്ളി, പഞ്ചലോഹ നെല്ലിക്കകളും മഹാലക്ഷ്മി യന്ത്രങ്ങളും ഈ യജ്ഞമണ്ഡപത്തിൽ വച്ച് 10,008 ആവർത്തി കനകധാരാ സ്തോത്രം ജപിച്ച് പവിത്രമാക്കുന്നു. ഏപ്രിൽ 30-ാം തീയതി അക്ഷയതൃതീയ ദിനത്തിൽ കനകധാരാ ഹോമത്തിനും കനകാഭിഷേകത്തിനും ശേഷം അവ ഭക്തജനങ്ങൾക്ക് വിതരണം ആരംഭിക്കുന്നതുമാണ്. ഇവ സ്വർണം, വെള്ളി, പഞ്ചലോഹ നെല്ലിക്കകൾ മാലയിലോ ചരടിലോ കോർത്ത് ധരിക്കുന്നതും കനകധാരാ മഹാലക്ഷ്മി യന്ത്രങ്ങൾ പൂജാമുറിയിൽ സൂക്ഷിക്കുന്നതും അഷ്ടൈശ്വര്യങ്ങളായിട്ടുള്ള ആയുരാരോഗ്യ ധനധാന്യ സമ്പത്ത് വർധനവിന് വളരെ നല്ലതാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. നമ്മുടെ ഒട്ടനവധി ഭക്തജനങ്ങൾക്ക്, ആയിരക്കണക്കിന് ഭക്തജനങ്ങൾക്ക് ഇതുകൊണ്ടുള്ള പ്രയോജനം ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടത്തിയ കനകധാരാ യജ്ഞങ്ങളിൽ പ്രസാദമായി സ്വീകരിച്ചു കൊണ്ടുപോയവർക്ക് അത് തീർച്ചയായും നല്ല ഫലവും നൽകി വരുന്നുണ്ട്. ബന്ധപ്പെട്ട് ഈ കനകധാരാ സ്തോത്രം വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഉപനയന കാലത്ത് ഈ ഭിക്ഷയായിച്ച്, അങ്ങനെ ഒരു ചടങ്ങുണ്ട്, ഭിക്ഷയായിച്ച് ഓരോ ഇല്ലങ്ങളിലും പോയി ഭിക്ഷയായിച്ച്, അങ്ങനെ ഭിക്ഷയായിച്ച് ഒരു ഇല്ലത്തി എന്നപ്പോഴാണ് അവിടുത്തെ ദാരിദ്ര്യം കാരണം അവിടെ ഒന്നും കൊടുക്കാനുണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ഉണക്ക നെല്ലിക്കകൾ മാത്രമാണ് കൊടുത്തത്. ആ ദാരിദ്ര്യം കണ്ടിട്ട് ശങ്കരാചാര്യർ അവിടെ വച്ച് ചൊല്ലിയതാണ് ഈ കനകധാരാ സ്തോത്രം. അവിടെ മഹാലക്ഷ്മി കനകം പെയ്യിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായും അതിൻ്റെ ഐശ്വര്യത്തിനും വേണ്ടിയാണ് ഇവിടെ ഈ കനകധാരാ സ്തോത്രം നടത്തുന്നത്. മെയ് 2-ാം തീയതി ആണ് ശങ്കര ജയന്തി. അന്ന് 32 അമ്മമാരെ ആദരിക്കുന്നുണ്ട്. ഈ 32 അമ്മമാരെ പേരുകൾ തന്ന് അവരെ രജിസ്റ്റർ ചെയ്ത് അവരെ നറുക്കിട്ടെടുത്ത 32 അമ്മമാരെ, ശങ്കരാചാര്യരുടെ ജീവിതം 32 വയസ്സ് വരെയാണ്. അതിനോട് ബന്ധപ്പെട്ട് 32 ബ്രാഹ്മണരെ, 32 അമ്മമാരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി അന്ന് നടക്കുന്നതാണ്. പ്രധാനപ്പെട്ട ചടങ്ങ്. ആദിശങ്കര കുലദേവ ക്ഷേത്രമായ കാലടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടന്നു വരുന്ന അക്ഷയതൃതീയ കനകധാര യജ്ഞത്തിൽ ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും പ്രസാദകൂട്ടും കൂടാതെ അവർക്ക് വേണ്ട സൗകര്യങ്ങളും ക്ഷേത്രത്തിൽ നിന്ന് തന്നെ ചെയ്തു കൊടുക്കുന്നതും, അതുപോലെ തന്നെ ശങ്കരജയന്തി ദിനമായ മെയ് 2-ാം തീയതി നിരവധി സ്ഥലങ്ങളിൽ നിന്നും എത്തുന്ന ഭക്തജനങ്ങൾക്ക് ശ്രീ ശങ്കരാമൃത ഭോജനം എന്ന നാമധേയത്തിൽ 3000-ഓളം വരുന്ന ഭക്തജനങ്ങൾക്ക് ഉച്ചയ്ക്ക് ക്ഷേത്രം പ്രസാദകൂട്ടിനുള്ള സൗകര്യങ്ങൾ ഏർപ്പാടാക്കി കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ തമിഴ്നാട്, കർണാടക എന്നീ സ്ഥലങ്ങളിൽ നിന്നും എത്തുന്ന ഭക്തജനങ്ങൾക്ക് അക്കോമഡേഷൻ ചെയ്യാനുള്ള സൗകര്യവും കാലടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സൗകര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം അറിയിക്കുന്നു.